സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. സാമുദായിക സ്പന്ദനങ്ങളുടെ ആകസ്പർശങ്ങൾ തൊട്ടറിഞ്ഞു പ്രതിസന്ധികളുടെ മല അലിയിച്ചു കളയുന്ന സൂക്ഷ്മബുദ്ധിയുടെ അവധാനതയോടെ ഉമ്മത്തിന് ഊർജം നൽകുന്ന രാജപ്രതാപിയായ നമ്മുടെ അമരക്കാരൻ നിലനിൽപ്പിന്റെ ഗതികോർജം സമസ്ത കേരള ജമിയത്തുൽ ഉലമ തേടിയ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ശ്രേഷ്ഠ പതാകയെ ഗ്രാമാന്തരങ്ങളിലാകെ പാറിപ്പറക്കാൻ നിമിത്തമാകും വിധത്തിൽ സമസ്തയുടെ ഏറ്റവും വലിയ ജനകീയ കരുത്തായ SKSSF-ന് നായകത്വം നൽകിയ സമസ്തയെ ഇന്ന് കാണുന്ന ഈ മഹിത പ്രതാപത്തിന് ആനയിക്കുവാൻ നിമിത്തമായ നമ്മുടെ ഹൃദയഭാചനമായ സയ്യിദുൽ ഉമ്മ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മഹാനിധൻ ഈ വേദിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ബഹുവന്ദരവറുകളെ വളരെ മേൽ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട അധ്യക്ഷൻ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ്, സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി, നമുക്ക് പ്രിയങ്കരനായ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറി കൂടിയായ ഷെയ്ഖുന MT അബ്ദുൽ മുസ്ലിം അവർ ഏതാനും നിമിഷങ്ങളോട് ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തിച്ചേരും. സഹോദരനായ തോക്ക ഉസ്താദ് അവരുടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാവരും പേരെടുത്ത് പറയേണ്ടവർ തന്നെയാണ്. ആ സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. എല്ലാവരും സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങളുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തനങ്ങളിൽ അതിൻ്റെയൊക്കെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന സാദാത്യങ്ങളും അതുപോലെ തന്നെ പണ്ഡിത ശ്രേഷ്ഠരും ഉമറ പ്രമുഖന്മാരുമെല്ലാം ഈ സ്റ്റേജിൽ അണിനിരന്നിരിക്കുകയാണ്. ഇതൊരു പൈതൃക സമ്മേളനം എന്നുള്ള നിലക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇവിടെ നടക്കുന്നത്. പൈതൃക സമ്മേളനത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ പൈതൃക സമ്മേളനം എന്ന് പറയുമ്പോൾ ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും നിങ്ങളായിട്ട് ഇങ്ങോട്ട് കടന്നു വന്നവരല്ല. പകരം നിങ്ങളുടെ മുൻഗാമികൾ, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ പിതാക്കന്മാരും അവരുടെ പിതാക്കന്മാരും അവരെല്ലാം കടന്നു വന്ന വഴികളും അവരെല്ലാം കടന്നു വന്ന ഒരു പ്രദേശവും കൂടിയാണ് പാണക്കാട് എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് ആ പൈതൃകത്തെ നമ്മൾ ഓർക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്ന പൈതൃകം. എൻ്റെ പിതാവിനെ കാണാൻ, ജ്യേഷ്ഠ സഹോദരങ്ങളെ കാണാൻ, ബാഫക്കിതങ്ങളെ കാണാൻ അവർക്കായിരുന്നല്ലോ നമ്മുടെ മുൻകാല പ്രതാപികളായ നേതാക്കൾ. ശംസുൽ ഉലമയെ കാണാൻ, കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ അവരൊക്കെ ഇവിടെ വന്നിട്ടുള്ളവരായിരുന്നു. പാണക്കാടിൻ്റെ ഞങ്ങളുടെ തറവാടിൻ്റെ അങ്കണങ്ങളിലും അകത്തളങ്ങളിലും എന്നതുപോലെ തന്നെ പാണക്കാട് പള്ളിയിലും ആ പള്ളിയിലേക്കുള്ള വഴികളിലും അവരുടെ പാദചലനങ്ങൾക്കനുസരിച്ച് അവരെ അനുഗമിച്ച കഴിഞ്ഞകാല തലമുറ, ആ തലമുറ അതിൽ ചിലപ്പോൾ അവരുടെ ഒരു മക്കളായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മക്കളുടെ മക്കളാവും. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഓർമ്മകൾ ആ മുൻകാലങ്ങളിലേക്ക് പോകുന്നുണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ അഭിമാനിക്കുകയാണ്. നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാഴ്ചവെച്ച, നമ്മുടെ പിതാക്കന്മാരും പ്രപിതാക്കന്മാരും നമുക്ക് കാഴ്ചവെച്ച ആ പാരമ്പര്യത്തിൽ നമ്മൾ അഭിമാനിക്കുന്നു. ആ പൈതൃകത്തിൽ നമ്മൾ അഭിമാനിക്കുകയാണ്. ആ പൈതൃകത്തിന്റെ സമ്മേളനമാണ്. അതിപ്പോ ഈ 100ാം വാർഷികത്തിന്റെ ഒരു പശ്ചാത്തലത്തിലായപ്പോൾ നമുക്ക് 100ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചാരണം കൂടി ആക്കി അതിനെ മാറ്റുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ ഗ്രൗണ്ട് ഇതുപോലുള്ള ഒരുപാട് സമ്മേളനങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. അതിന്റെ കുട്ടിക്കാലത്തൊക്കെ അന്ന് നേരിയ ഓർമ്മകൾ ഉണ്ടാകുന്നുണ്ട്. പാലക്കാട് വയത് വരുമ്പോഴുണ്ടാകാറുണ്ട്. അന്നത്തെ മഹാസൂരികളായ പ്രസംഗകന്മാർ അവര്
വേനൽക്കാലങ്ങളിൽ പാണക്കാട് വന്ന് വഴുത് പറയാറുണ്ട്. ചെയ്തുമ്പറ ശബ്ദങ്ങളായിരിക്കും അതിനെ പ്രത്യേകമായിട്ട് കാർമികത്വം വഹിക്കുക. അപ്പൊ അവര് അന്ന് ഈ ഗ്രൗണ്ട്, അത് ഗ്രൗണ്ടായിട്ടില്ല, അതൊരു പാടമായിരുന്നു. ആ കാലത്ത് ഇതൊരു വിശാലമായ പാടമാണ്. നമ്മൾ മുതിർന്ന ഞാപോകാനെ പോലുള്ളവർക്കൊക്കെ അത് ഓർമ്മ ഉണ്ടാവും. മഹാന്മാരായിരുന്ന വാഴകന്മാർ ഇവിടെ വന്നുകൊണ്ട് അവരിവിടെ വാഴ് പറയാറുണ്ടായിരുന്നു. അത് ലൈറ്റൊന്നും ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത ഒരു കാലം കൂടിയായിരുന്നു അത് എന്ന് ഓർക്കുന്നു. പെട്രോമാക്സിന്റെ വെളിച്ചമൊക്കെ ആയിരിക്കും അന്ന് ഉണ്ടാവുക. അപ്പൊ ആ കാലഘട്ടത്തോടെ തന്നെ ഈ പ്രദേശം, ഈ ഗ്രൗണ്ടും ഈ പരിസരവും ദീനീ ലോകത്തിന്റെ കേന്ദ്രമായിരുന്നു, തിരുമുറ്റമായിരുന്നു എന്ന് സൂചിപ്പിക്കുവാനാണ് ഞാനത് പറഞ്ഞത്. വന്നു തുടങ്ങിയിട്ടുള്ള ആ ദൈവപ്രവർത്തനങ്ങൾ അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് സംഘടനാപരമായിട്ടുള്ള അതിൻ്റെ ശാസ്ത്രീയതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മളൊക്കെ കാഴ്ചവെക്കുന്നത്. അതൊക്കെ പൂർവികരാണ് നമുക്കത് കാണിച്ചു തന്നത്. ആ കാലത്ത് ഒരുമിച്ച് നിൽക്കേണ്ടത് വളരെ അനിവാര്യമായൊരു സന്ദർഭം കൂടിയായിരുന്നല്ലോ. നമുക്കിടയിൽ തന്നെ വിഭാഗീയത, ആശയപരമായിട്ടുള്ള വിഭാഗീയതകൾക്ക് തല ഉയർത്തി വന്നിരുന്നൊരു കാലം. അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതായിരുന്നു അന്ന് പരിശുദ്ധ ദീനിനെ സംരക്ഷിക്കുവാനുള്ള മാർഗം എന്നുള്ളത്. പരിശുദ്ധ അവരുടെ പ്രവർത്തനങ്ങളിലും വാക്കുകളിലും ശീലങ്ങളിലും നടപ്പിലും എടുപ്പിലും പരിശുദ്ധ എന്നോടൊപ്പം ഐക്യത്തോടെ ജീവിക്കുക, ഐക്യം കാത്തുസൂക്ഷിക്കുക. എന്നും പരിശോധന പഠിക്കുന്നതിന്റെ ഉത്തമമായിട്ടുള്ള സംഭവമാണ്. കാലത്ത് നമ്മുടെ ലോകത്തിൽ ഒരുപാട് വിഭാഗങ്ങളാണ്. അതിൽ ഉത്തമ സമുദായം എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കപ്പെട്ടതാണ്. അത് സത്യത്തെ പിന്തുടർന്ന സമുദായമാണ്, വിശ്വാസത്തെ പിന്തുടർന്ന സമുദായമാണ്. അത് സമയത്തെ സബൂരിനെ പിന്തുടർന്ന സമുദായമാണ്. എല്ലാ കാലത്തെയും പ്രസക്തമായ വചനാമൃതമാണ് ചെറിയ സ്വരത്തിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ തന്നെ വ്യാഖ്യാനങ്ങൾക്ക് കിളിവാതിലുകൾ തുറന്നു കൊടുക്കുന്ന ആ ചെറിയ അധ്യായം ഉന്നതമായ വിശ്വാസികളുടെ ജീവിതത്തെ കാലങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രതിനിധാനം ചെയ്യുന്നു. ഒരു മനുഷ്യന്റെ ജീവിതം ജന്മം മുതൽ മരണം വരെയല്ല ഇസ്ലാമിക വിശ്വാസം. മരണത്തിനപ്പുറം വിശ്വാസത്തിന്റെ ജീവിതം മുൻനിർത്തുന്നത് അവിടുത്തെ വിശ്വാസമാണ്. ആ തലങ്ങളിലൂടെ അവന്റെ ജീവൻ, അവന്റെ ആത്മാവ് സഞ്ചരിക്കുമ്പോൾ അവൻ കൂടുതൽ തൃപ്തിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. സത്യത്തെ പറഞ്ഞു സൽ പ്രവർത്തനങ്ങളുടെ വക്താവാക്കുവാനാണ്. ഈ 4 കാര്യങ്ങളിലൂടെ മനുഷ്യ ജീവിതം സഞ്ചരിക്കുമ്പോൾ അതെല്ലാറ്റിൻ്റെയും വ്യാഖ്യാനമാകുന്നു. ജീവിതത്തിന്റെ വ്യാഖ്യാനമാകുന്നു, മരണത്തിന്റെ വ്യാഖ്യാനമാകുന്നു, റഫറിയായ ജീവിതത്തിന്റെ വ്യാഖ്യാനമാകുന്നു. അത് ഉമ്മയോടുള്ള പെരുമാറ്റത്തിന്റെ വ്യാഖ്യാനമാകുന്നു, പിതാവിനോടുള്ള പെരുമാറ്റത്തിന്റെ വ്യാഖ്യാനമാകുന്നു, സഹോദരങ്ങളോടുള്ള, നാട്ടുകാരോടുള്ള, സ്നേഹിതരോടുള്ള. നിങ്ങൾ സഹോദരന്മാരാണ് എന്ന് പരിശുദ്ധ മുഹമ്മദ് പറയുന്നു. വിശ്വാസികൾ സഹോദരന്മാരാണ്. ആ സാഹോദര്യത്തെ കാത്തു സൂക്ഷിക്കുവാനാണ്
എന്നതുപോലെ തന്നെ സഹവർത്തിത്വം അത് പ്രധാനമാണ്. സമൂഹവുമായി വിശ്വാസപരമായി അവർ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നില്ല, മുസ്ലിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ പൊതുജീവിതത്തിൽ അവരുമായി സഹവർത്തിത്വം പങ്കുവെക്കുവാനും പരിശുദ്ധ പൗലോസ് തയ്യാറായിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ മൂല്യമാണ്. ഇന്ന് വരെ ഭരണാധികാരികളും നേതാക്കളും പറയുന്ന പോലെയല്ല. ഇന്ന് സാമർത്ഥ്യത്വത്തെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. സാമർത്ഥ്യത്വത്തെ കരിവാരിത്തേക്കാനാണ് ആ ഭരണാധികാരികൾ ശ്രമിക്കുന്നുണ്ട്. ലോക ഭരണാധികാരികളുണ്ട് അതിൽ. മനുഷ്യരെ മതത്തിന്റെയും ദേശങ്ങളുടെയും പേരിൽ വിഭജിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യരെ വിഭജിക്കുന്നു. ഭാഷയുടെ പേരിൽ, സംസ്കാരങ്ങളുടെ പേരിൽ, ഭക്ഷണരീതിയുടെ പേരിൽ, വസ്ത്രധാരണത്തിന്റെ പേരിൽ മനുഷ്യരെ വിഭജിക്കുന്ന ഒരു കാലമാണ്. സഹവർത്തിത്വത്തെ കരിവാരിക്കുന്നു. ഈ ഒരു കാലത്ത് അത്തരം കാലങ്ങൾ ഇവിടെ പുലരരുത്, ഉണ്ടാവരുത് എന്നുള്ള താക്കീതുമായിട്ടാണ് എല്ലാ ഉയർച്ചകളുണ്ട് മനുഷ്യന്. ടെക്നോളജിയുണ്ട്, ടെക്നോളജി വളർത്തുന്നത് മനുഷ്യ ജീവിതത്തിൽ വളരെ എളുപ്പമാണ്. അറിവിന്റെ കാര്യത്തിൽ മുന്നേറാൻ പറ്റും. മുമ്പൊക്കെ ഒരു അറിവ് എന്ന് പറഞ്ഞാൽ കുറെ കാലം പഠിക്കുന്ന ആൾ പറഞ്ഞ കുറെ കാലത്തിനുണ്ടായി. ഇന്നങ്ങനെയല്ല. ഇന്ന് പഠിക്കുന്നത് ഇന്ന് രാവിലെ പഠിച്ചാൽ രാത്രി അതിന്റെ നേരെയുള്ള പഠിത്തം വരും. അതിന്റെ നേരെയുള്ള അറിവ് നമ്മുടെ കൈകളിൽ അത്രയും വേഗതയിലാണ് അറിവ് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാവസായികമായിട്ടുള്ള വളർച്ച, വാണിജ്യപരമായിട്ടുള്ള വളർച്ച, ഇതിനൊക്കെ വേഗം കൂടി എന്നുള്ളതാണ്. പക്ഷെ ആ വളർച്ചയോടൊപ്പം, ആ വേഗതയോടൊപ്പം നമ്മുടെ മൂല്യങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. അതാണ് ഇസ്ലാമികമായിട്ടുള്ള മാനം. ഓരോ മതവും പഠിക്കുന്നതാണ്. ജീവിതത്തിന്റെ വേഗതയിൽ പറ്റുക, ഐക്യത്തോടെ ഐക്യപ്പെട്ടുള്ള നമ്മുടെ നേതാക്കൾ അതിന്റെ 100ാം വാർഷികത്തിലേക്കാണ് ഒരുപാട് കാര്യങ്ങൾ. അതിനെ നമ്മൾ മറക്കരുത്. ഓർമ്മിക്കുക എന്നതെന്താണ്? ഓർമ്മിക്കുക എന്നുള്ളത് നന്ദിയാണ്. മറക്കുക എന്നുള്ളത് നന്ദി കേടാണ്. അപ്പൊ നമ്മൾ നന്ദി കേടിന്റെ ആളുകളാകരുത്. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. കടന്നു വന്ന വഴികളെ ഓർമ്മിക്കണം. സച്ചരിതരായ മഹാത്മാക്കൾ അവരുടെ ജീവനും സ്വത്തും അവരുടെ രക്തവും ഊർജവും ഈ മഹാപ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. ആ മഹത്വങ്ങളെ ഓർമ്മിക്കുക എന്നുള്ളത്, അവർ നൽകിയ സംഭാവനകളെ ഓർമ്മിക്കുക എന്നുള്ളതാണ് നന്ദി. അവരെ മറക്കുക എന്നുള്ളത് നന്ദി കേടാണ്. അപ്പൊ നമ്മളൊരു നന്ദി കേടിന്റെ ആൾക്കാരാകരുത് എന്നാണ് എനിക്ക് സാന്ദർഭികമായി ഉണർത്തുവാനുണ്ടാവും. ഈ വെന്ത ചോറ് കാണുമ്പോൾ അതിനായി കത്തിക്കരിഞ്ഞ കനലുകളുണ്ടാവും. ചോറ് വന്നാൽ നമുക്ക് ഇത് ആവേശമായിരിക്കുമല്ലോ, ഒഴിവ് നോക്കി പിന്നെ അത് കഴിക്കാനുള്ള ആവേശമാണ്. എന്നാൽ ഒരുപാട് കനലുകൾ അതിനടുത്ത് കത്തിക്കരിഞ്ഞിട്ടുണ്ട്. ആ കനലുകൾ, കത്തിക്കരിഞ്ഞ കനലുകളെ കൂടി ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്നാണ് കാലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളത് മറന്നുപോകുന്നു. ഇന്ന് കാണുന്ന സൗകര്യങ്ങൾ, ഇന്ന് കാണുന്ന പുരോഗതി, ആ പുരോഗതിക്ക് ഉണ്ടാക്കിയത് അതിനു വേണ്ടി ജീവൻ ഭൂമിച്ച് ഒരുപാട് കഴിഞ്ഞുപോയ തലമുറകളുണ്ട്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ജീവനും സ്വത്തും സമ്പാദ്യങ്ങളും സമ്മാനിച്ചവർ
വഴികളെ 3-4 ഘട്ടങ്ങളായി നമുക്ക് തിരിക്കും മനസ്സിലാക്കാം. ആദ്യഘട്ടം എന്നുള്ളത് സംസ്ഥയുടെ രൂപീകരണം തന്നെയാണ്. ആ കാലത്ത് സമ്മേളനങ്ങൾ നടത്തിയിട്ടും സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ധാരാളം പ്രമേയങ്ങളൊക്കെ ഉണ്ടാക്കി അത് പാസ്സാക്കി ആ പ്രമേയങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. ആ രീതിയിലാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രചാരണം സംസ്ഥാനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നിർവഹിച്ചത്. രണ്ടാമത്തെ ഘട്ടത്തിലെത്തിയപ്പോൾ ദീനി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്നു. മദ്രസകളുണ്ടായി, പള്ളി ദർസകൾക്ക് നേതൃത്വം കൊടുത്തു, വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു. ഇതിപ്പോൾ 11,000-ൽ പരം മദ്രസകൾ കേരളത്തിലെ സംസ്ഥയുടെ മാത്രം കീഴിൽ നടക്കുന്നുണ്ട്. ഞാൻ തന്നെ ദക്ഷിണ കേരള സംസ്ഥയുടെ സമ്മേളനത്തിന് പോയി. അവരുടെ കീഴിൽ ഏതാണ്ട് 3000-ലേറെ മദ്രസ നടക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥ രൂപീകരിക്കപ്പെട്ടതിന്റെ നാൾ വഴികൾ മുതൽ അതെല്ലാ പ്രസ്ഥാനങ്ങൾക്കും ആവേശം പകർന്നു എന്നുള്ളതാണ്. അങ്ങനെ ദീനിയായിട്ടുള്ള സ്ഥാപനങ്ങൾ ദീനി വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഉണ്ടായി. അന്ന് സമരങ്ങളോ വിവാദങ്ങളോ ഒന്നും ഇല്ലാതെ കൃത്യമായ സിലബസിൽ മദ്രസകൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ള ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു വിവാദം ഉണ്ടായിരുന്നില്ല. സമരവും വാദകോലാഹലങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ആ സിലബസ് വിദ്യാഭ്യാസം കൂടെ നൽകുന്ന സിലബസ് മാനേജ്മെന്റുകളൊക്കെ അത് അംഗീകരിച്ചു. മുഅല്ലിമീങ്ങൾ വളരെയേറെ അച്ചടക്കത്തോടെ അതൊക്കെ പാലിച്ചുകൊണ്ട് മദ്രസ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് അവർക്ക് തന്നെ കരുത്ത് പകരുന്നുണ്ട്. മൂന്നാം ഘട്ടത്തിലെത്തിയപ്പോൾ സമൂഹത്തിൽ മതബോധം നൽകണം. ഈ വിദ്യാഭ്യാസത്തിലൊക്കെ പ്രാധാന്യം കൊടുത്തു. ആ നിലക്ക് മദ്രസയും പള്ളിയും ദർസും ഒക്കെ ഉണ്ടായി, അറബി കോളേജുകളൊക്കെ ഉണ്ടായി. ഇനി നമുക്ക് പ്രബോധന ദൗത്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ട അവസ്ഥയുണ്ടായി. അപ്പൊ അതിനുവേണ്ടി SYS 1954 SVS രൂപീകരിച്ചു. 73 SSF ഉണ്ടായി. അതിനുള്ള പ്രവർത്തകന്മാരൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഞാനുണ്ടായിരുന്നു SSF രൂപീകരിച്ച കാലത്ത്. അത് സംസ്ഥയുടെ തന്നെ ആയിരുന്നു ആദ്യ കാലഘട്ടം. അത് 1973 എൻ്റെ വലിയ ജ്യേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ കൂടിയാണ് ഷാബാദ് ഉള്ളത്. രൂപീകരിച്ചു. ഇനി 1989 രൂപീകരിക്കപ്പെട്ടു. അത് അതിൻ്റെ പതിറ്റാണ്ട് പൂർത്തീകരിച്ചു എന്ന് വളരെ നല്ല സംഭവത്തിൽ 1990 സുന്നി മഹല്ല് ഫെഡറേഷൻ രൂപീകരിക്കേണ്ടത്. സുന്നിമാരെ ഇവരൊക്കെ ചേർന്നുകൊണ്ട് സുന്നി മഹല്ല് ഫെഡറേഷൻ അതിൻ്റെ നേതൃപദവിയിലുള്ള മഹത്തുക്കൾ അലിമികൾ ഈ സദസ്സിലുണ്ട്, ഈ വേദിയിലുണ്ട് പറയുന്നത്. നാലാം ഘട്ടത്തിലെത്തിയപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്ക് നമ്മൾ കടന്നിരുന്നതാണ്. പട്ടിക്കാട് ജാമിയ കോളേജിനോടൊപ്പം തന്നെ MBA എഞ്ചിനീയറിംഗ് കോളേജ് നമുക്കുണ്ടാക്കാൻ കഴിയും. അക്കാഡമിക് മേഖല 1923 തന്നെ താമരയിലെ ഇസ്ലാമിക കോളേജ് ഉണ്ടാക്കി. 1963 ജാമിയ സ്ഥാപിതമായി. അതായത് അതിനൊരു ഉദ്ഭാവനമായിട്ടുള്ള ഒരു നാഴികക്കല്ലായി മാറി. സംസ്ഥയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ നാഴികക്കല്ലായി 1963 പട്ടിക്കാട് സ്ഥാപിതമായിട്ടുള്ള ജാമിയ നൂരിയാണ് ഉമ്മുൽ മദാരിസ് എന്നറിയപ്പെടുന്നു. ഇനി അതിന്റെ കീഴിലാണ് അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ മാർഗദർശനങ്ങൾ സ്വീകരിച്ചുകൊണ്ട്
കേരളത്തിൽ ധാരാളം സ്ഥാപനങ്ങളുണ്ടായിരുന്നു. നിരാവശ്യമുണ്ടായി, റഹ്മാനിയ കമ്മേരിയുണ്ടായി, പടച്ചറ അൻവാരിയ കോളേജ് ഉണ്ടായി. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടായി. വളാഞ്ചേരി മർക്കസ് മഹാനായ അബൂബക്കർ അദ്ദേഹത്തെ പോലെയുള്ള മഹാന്മാർ അവരൊക്കെ മുമ്പന്തിയിൽ പ്രവർത്തിച്ചുകൊണ്ട് വളാഞ്ചേരി മർക്കസിന് പിന്നെയാണ് MBA കോളേജ്. ഇതെല്ലാം തന്നെ സംസ്ഥയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനങ്ങളാണ്. ഈ പറഞ്ഞ ഘട്ടങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ഒപ്പം സഞ്ചരിക്കുവാൻ പാണക്കാട്ടെ എൻ്റെ മുൻ തലമുറകൾക്ക് കഴിഞ്ഞിരുന്നു. അവരൊക്കെ അതിനെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതുകൂടി ഇവിടെ വളരെ നന്ദിയോടെ നമുക്ക് സ്മരിക്കുവാൻ കഴിയും. പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള അതുപോലെ തന്നെ സഹോദരങ്ങളൊക്കെ ആ കാര്യത്തിൽ വളരെ സജീവമായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം കുറച്ച് നേരത്തെ അവിടെ സംഘടിപ്പിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പൈതൃക സമ്മേളനം അത്ര വൈകേണ്ടിയിട്ടില്ല. ശരിയല്ലേ, കുറച്ച് നേരത്തെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എന്നാൽ വൈകിട്ടില്ല. എല്ലാറ്റിനും സമയമുണ്ടല്ലോ. ലേറ്റർ ഈസ് ബെറ്റർ ദാൻ നെവർ എന്ന് പറയുന്നതാണ്. ഒരിക്കലും ചെയ്യാത്തതിനേക്കാൾ നല്ലത് കുറച്ച് വൈകി ചെയ്യുകയാണ് എന്നുള്ളതാണ്. ഏതായാലും നമുക്കത് സാധിച്ചിരിക്കുന്നു. എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ സന്ദേശം എന്നുള്ളത് പരിശുദ്ധ പ്രവാചകരെ പിൻപറ്റുക, ഐക്യപ്പെടുക എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോ നാട്ടിലെ സമൂഹത്തില് ഇപ്പോ നേരത്തെ പറഞ്ഞ വിഭജനത്തിന് പൗരത്വത്തെ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ ഭരണകൂട വികൃതികൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്ത്. ഒറ്റയടിക്ക് പൗരത്വം നിഷേധിക്കാൻ കഴിയില്ല. അതിന് പാർലമെന്റിൽ അതിനുള്ള ഭൂരിപക്ഷം ഇപ്പൊ ഭരിക്കുന്നവർക്കില്ല. അപ്പോ എന്ത് ചെയ്യുന്നു? ഇലക്ഷൻ പ്രക്രിയകളെ അതിന് ദുരുപയോഗം ചെയ്തുകൊണ്ട് എങ്ങനെയും വോട്ട് ഇല്ലാതാക്കുക. ധാരാളം പേര് അതിൽ വിഷമിച്ച് കഴിയുന്നുണ്ട്. എല്ലാ മുസ്ലിം സംഘടനകളെയും നമ്മളൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും ആ കാര്യത്തിൽ വളരെ സജീവമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. നിങ്ങളും ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവാസികളായ പലരും വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് വോട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി, കാരണം വോട്ട് അവകാശം നമുക്ക് പാസ്പോർട്ടിനേക്കാളും വലുത് നമ്മുടെ ഇലക്ട്രൽ കാർഡായിട്ട് മാറുകയാണ്. ഇലക്ട്രൽ കാർഡിൽ പേരില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട് കൊണ്ടെല്ലാം പറയും. വോട്ടവകാശം ഇല്ലാത്തവരോട് പറയും നിങ്ങളെ പാസ്പോർട്ട് കൊണ്ട് കൊണ്ടുവരി. ആ പാസ്പോർട്ട് അവരോട് വാങ്ങി വെക്കും എന്നുള്ളതാണ് അവസ്ഥ. അപ്പൊ അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി, വോട്ടർ പട്ടികയിൽ എങ്ങനെയെങ്കിലും പേരുണ്ടാക്കുന്നതിന് വേണ്ടി ഇപ്പൊ എല്ലായിടത്തും സജീവമാണ്. എല്ലായിടത്തും പാർട്ടിയും ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ അതിനുവേണ്ടി സജീവമായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം എന്നും കൂടിയാണ് എനിക്ക് സാന്ദർഭികമായി ഇവിടെ ഉണർത്തുവാനുള്ളത്. ഏതായാലും നമ്മുടെ ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യം നമ്മുടെ സമ്മേളനത്തിൽ ജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ കാര്യത്തിൽ എല്ലാവരുടെയും സത്വരമായ ശ്രദ്ധ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് ചിരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. വാഹു ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള റഹ്മാൻ ഫൈലി, KSP തങ്ങൾ, മലയം അബൂബക്കർ ഫൈലി, അതുപോലെ തന്നെ സയ്യിദ് റാജ് അലി ശിഹാബ് തങ്ങൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിമന്യനായ ജബ്ബാർ ഹാജി, അതുപോലെ സയ്യിദ് മുത്തബ തങ്ങൾ, കുട്ടി ഹസൻ ദാരിമി, സയ്യിദ് BSK തങ്ങൾ, അഭിമന്യന ഹാഷിർ അലി ശിഹാബ് തങ്ങൾ, ഷിഹാബ് ഫൈലി കുമണ്ണ, ഷാഹുൽ അമീദ് മാസ്റ്റർ മേൽമുറി, അഭിമന്യന ഹംസ ഹൈതമി, പ്രിയപ്പെട്ട സി തൊയ്യ് ഫൈലി, ഉസ്താദ് റിയാഉദ്ദീൻ ഫൈലി, ഖാദർ ഫൈസി കുന്നുംപുറം, കാടാമ്പുഴ മൂസ ഹാജി, ഉസ്താദ് അസ്തഖായ് പൂക്കോട്ടൂർ, അഭിമന്യന ഉമർ ഹാജി, KT കുഞ്ഞാൻ സാഹിബ്, OT മുസ്തഫ ഫൈലി, അതുപോലെ തന്നെ ആനമങ്ങാട് മുഹമ്മദ് ഫൈലി തുടങ്ങിയ പ്രിയപ്പെട്ട ആനമങ്ങാട് അബു മാസ്റ്റർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മറ്റു ഉസ്താദുമാർ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. പ്രത്യേകിച്ച് സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, ജമലുൽ സുന്നി സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ തന്നെ മറ്റു ഉസ്താദുമാർ, ഇവിടെ സന്നിഹിതരായ